ഇത് നമ്മുടെ പഴയ ഒരു പവർ പ്ലഗ് സോക്കറ്റ് ആർക്ക് 4 ഒരു സോക്കറ്റാണ്. ഇവിടെ സെപ്പറേറ്റ് ഫ്യൂസ് ഉണ്ട്. ഇത് കണ്ടോ, മേളിൽ സെപ്പറേറ്റ് ഫ്യൂസ് ഉണ്ട്. ആദ്യം കണക്ഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഫ്യൂസ് വരും. ഫ്യൂസിൻ്റെ ഇവിടെ സപ്ലൈ വന്ന് കയറുവാണെങ്കിൽ ഫ്യൂസിൻ്റെ ഈ സൈഡിൽ കൂടെ വന്ന് ടെർമിനലിൽ വന്ന് ഫ്യൂസ് സ്വിച്ചിൻ്റെ അടിയിൽ കയറും. സ്വിച്ചിൻ്റെ അടിയിൽ നിന്ന് സോക്കറ്റിലോട്ട് പോകും. ഇവിടെ നിന്ന് ഒരു വയർ ഇൻഡിക്കേറ്ററിലും പോകും. അപ്പോൾ ഇൻഡിക്കേറ്റർ നമുക്ക് ഓൺ ആക്കുമ്പോൾ ഇങ്ങനെ ലൈറ്റും കത്തും. ഫ്യൂസ് എന്തെങ്കിലും പറ്റി ഇപ്പോൾ ഓവറോളോ ഷോർട്ട് സർക്യൂട്ടോ എല്ലാം പറ്റിയാൽ ഫ്യൂസും പോകും. നമ്മുടെ വീട് മൊത്തത്തിൽ പോകത്തില്ല, ഈ ഫ്യൂസ് മാത്രമേ ഉള്ളൂ, ചെറിയ ഫ്യൂസ് മാത്രമേ ഉള്ളൂ. ഫ്യൂസ് ആണെങ്കിൽ നടക്കി കാണിക്കാം. ഇത്രേ ഉള്ളൂ സംഭവം. കെട്ടിയിട്ടേക്കുന്നതാണ്, കുഞ്ഞു ഫ്യൂസാണ്. ചിലപ്പോൾ നമുക്ക് അറിയാനാണ്, ചിലപ്പോൾ ഇങ്ങനെ സോക്കറ്റിലൊക്കെ എന്തെങ്കിലും കുത്തി കഴിയുമ്പം ബൾബ് കത്തുന്നില്ല, അല്ലെങ്കിൽ പോയി കഴിയുമ്പോൾ നമ്മളിങ്ങനെ പഴയ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഇളക്കി നോക്കുക, ചെറിയൊരു ഫ്യൂസ് ഇങ്ങനെ. അതിൻ്റെ അകത്ത് ഫ്യൂസ് ക്യാരിയറും ഉണ്ട്. ഇപ്പോൾ ഇട്ടോ സ്വിച്ച് ഇട്ട് നോക്കാം, കത്തിയോ? ഇല്ല, കത്തത്തില്ല. അതുപോലെ സ്വിച്ചില്ല, ഫ്യൂസ് ഔട്ടാണ്. കണ്ടോ, ഇത് പണ്ടത്തെ 1 വേ സ്വിച്ചാണ് കേട്ടോ. സ്വിച്ച് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ആംബിയർ കൂടിയ സ്വിച്ചാണ്. 16 ആംബിയർ. അപ്പോൾ ഹീറ്ററിൻ്റെ ആയിരിക്കും. 16 ആംബിയറിൻ്റെ കൂടിയ സ്വിച്ച്. ഇപ്പോൾ ഒക്കെ നമുക്ക് ചെറിയ സൈസ് തന്നെ കിട്ടും 16 ആംബിയറിൻ്റെ. പണ്ടത്തെ സ്വിച്ചാണ് 16 ആംബിയറിൻ്റെ ഒക്കെ പവർ സ്വിച്ചായത്.